നമസ്കാരം. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ക്രൂരമായ മാനസിക നിലയോടെ വിദ്യാർത്ഥിനികളെ അടക്കം വിദ്വേഷ പ്രചരണത്തിനിരയാക്കിയ TG മോഹൻദാസ് എന്ന BJP സൈദ്ധാന്തികൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് മണിക്കൂറുകൾക്കകം പുറത്തിറങ്ങി. കേരളം ഒന്നാകെ അപലപിച്ച ഒരു ഗൗരവമുള്ള കുറ്റകൃത്യം ചെയ്ത പ്രതിയെ 11 ദിവസം സൗര്യവിഹാരത്തിന് വിട്ട് പെട്ടെന്നൊരു പോക്കുപോയി പിടിച്ചോണ്ടുപോയ പോലീസും സർക്കാരും TG മോഹൻദാസിന് സംരക്ഷണ കവചം ഒരുക്കുകയായിരുന്നു. 11 ദിവസം കഴിഞ്ഞാണെങ്കിലും അറസ്റ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് പോലീസിനെ വരെ പ്രശംസിച്ചവർ ഇളിഭ്യരാക്കപ്പെട്ടോ? കേരള പോലീസ് എന്ന ഗംഭീര സേനയ്ക്ക് കളങ്കമുണ്ടാക്കും വിധം TG മോഹൻദാസിന് വേണ്ടിയുണ്ടായ അട്ടിമറി എന്താണ്? നിയമവൃത്തങ്ങളടക്കം കനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. വിദ്വേഷ പരാമർശങ്ങളിലൂടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ നടത്തിയ നീക്കം വലിയ പ്രതിഷേധത്തിനിടയാക്കിയപ്പോൾ 11 ദിവസം കഴിഞ്ഞപ്പോൾ സർക്കാരിൻ്റെ ഇമേജ് സംരക്ഷിക്കാൻ നടത്തിയ നാടകമായിരുന്നോ അറസ്റ്റ് എന്നതാണ് ഉയരുന്ന ചോദ്യം. TG മോഹൻദാസിനെ രക്ഷപ്പെടുത്താൻ എങ്ങനെയൊക്കെയാണ് ആരൊക്കെയാണ് സൗകര്യമൊരുക്കിയത് എന്ന് ചോദ്യമുയരുന്നു. പൊളിഞ്ഞു പാളീസായ TG ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ നോക്കാം. ദുർബലമായ വകുപ്പുകൾ ചുമത്തി അദ്ദേഹത്തിന് പോലീസ് രക്ഷപ്പെടാൻ സൗകര്യമൊരുക്കി എന്നതാണ് നിയമവൃത്തങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം. എന്തൊക്കെയാണ് വകുപ്പുകൾ? പെട്ടെന്ന് ജാമ്യം ലഭിക്കാൻ കാരണമായ സാഹചര്യം എന്താണ്? 5 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേത്, ശക്തമായ വകുപ്പുകളൊന്നും ചുമത്താതെ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിച്ച സാഹചര്യം. ഗുരുതരമായ വകുപ്പുകൾക്ക് സാധ്യതയുണ്ടായിരുന്നിട്ടും അതിനൊന്നും മെനക്കെട്ടില്ല. ചുമത്തിയ വകുപ്പുകളുടെ കാഠിന്യം നോക്കൂ. 1. കലാപശ്രമത്തിന് കാരണമാകുന്ന തരത്തിൽ പ്രകോപനമുണ്ടാക്കൽ, ജാമ്യം ലഭിക്കാവുന്ന കുറ്റം. 2. പൊതുസമാധാനം തകർക്കുന്ന പ്രസ്താവന പ്രചരിപ്പിക്കൽ, ജാമ്യമില്ലാത്ത കുറ്റം. 3. IT ആക്ട് 66, ജാമ്യം ലഭിക്കുന്നത്. 4. കേരള പോലീസ് ആക്ട്, പൊതുസമാധാനം തകർക്കാനുള്ള സന്ദേശം പ്രചരിപ്പിക്കൽ, ജാമ്യം ലഭിക്കാവുന്ന കുറ്റം. പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ച കുറ്റം, അത് FIR ഉണ്ടായിരുന്നില്ല എന്നുള്ള ആരോപണത്തെ തുടർന്ന് പിന്നീടാണ് അത് എഴുതി ചേർത്തത്. ഇതിലാകെയുള്ള ഒരു കുറ്റമാണ് ജാമ്യം ലഭിക്കാത്തത്. എന്നാൽ അതും കോടതിയിൽ നിർവീര്യമാകും വിധം 11 ദിവസത്തെ സാവകാശം പോലീസ് അയാൾക്ക് കൊടുത്തു. അത്ര ഗൗരവമുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ 11 ദിവസം കാലതാമസം ഉണ്ടാക്കി? ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നു. അത് നീക്കാനുള്ള ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. കോടതി വഴിയല്ലാതെയും പോലീസിന് മെറ്റയോട് പറഞ്ഞ് നടപടി എടുപ്പിക്കാം. എന്തെല്ലാം വീഡിയോകൾ സർക്കാർ വിമർശനങ്ങളടക്കം അങ്ങനെ നീക്കം ചെയ്യുന്നു. പക്ഷേ അവിടെ അത്ര അർജൻസി പോലീസിന് തോന്നിയില്ല. ഇനി ഇത്ര നാൾ അവിടെ ഉണ്ടായിട്ട് ഈ ജാമ്യമില്ലാ കുറ്റം ശരിവെക്കും വിധം പ്രകോപനങ്ങൾ ഉണ്ടായോ? പൊതുസമാധാനം തകർന്നോ എന്നെല്ലാം പ്രതി ചോദിക്കുന്നുണ്ട്. ഈ സാഹചര്യമാണ് കോടതിയുടെ മുന്നിൽ പോലീസ് ഈ മട്ടിലുള്ള ഒരു അറസ്റ്റ് നാടകം നടത്തിയപ്പോൾ പൊളിഞ്ഞുപോയത്. 2. വിചിത്രമായ നോട്ടീസ്. പ്രതിക്ക് നോട്ടീസ് നൽകാത്തത് കോടതിയിൽ പോലും വിശദീകരിക്കാൻ പോലീസിനായില്ല. നോട്ടീസ് നൽകാതെയാണല്ലോ അറസ്റ്റ് ചെയ്തത്. നോട്ടീസ് നൽകാത്തത് പോലീസിന് തൃപ്തികരമായി ന്യായീകരിക്കാനായില്ല എന്ന് കോടതി നിരീക്ഷിക്കുക തന്നെ ചെയ്തു. അറസ്റ്റ് ആ വട്ടിൽ സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്നാണ് കോടതി പറഞ്ഞത്. സുപ്രീം കോടതിയുടെ ഭരണഘടനാപരമായ നിർദ്ദേശത്തെ പോലീസ് അവഗണിച്ചു. അറസ്റ്റ് നിയമ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്. നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റ് നിയമവിരുദ്ധമാണ്. നോട്ടീസ് നൽകുക എന്നത് പൊതു നിയമമാണ്. അറസ്റ്റ് അപൂർവമായ സാഹചര്യങ്ങളിൽ അല്ലാതെ നടത്താം എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയുള്ള സാഹചര്യമില്ല. 11 ദിവസത്തെ കാലതാമസവും പോലീസ് അടിയന്തരമായി ഒരു നടപടിയും എടുക്കാതെ പോയതും ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്യേണ്ട അസാധാരണ സാഹചര്യമില്ലെന്നാണ് കോടതി സമർത്ഥിച്ചത്. നോട്ടീസ് നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന വിചിത്രമായ വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. അതിന് TG മോഹൻദാസിന് നോട്ടീസ് നൽകിയാൽ ഒളിവിൽ പോകും. എന്നിട്ട് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തവിടുന്നാണ് 11ാം ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്. എന്തായാലും ഈ വാദം, അതായത് നോട്ടീസ് കൊടുത്ത അപ്പം മൂപ്പര് ഒളിവിൽ പോകുമെന്ന വാദം കോടതി തള്ളി. മാത്രമല്ല, വീട്ടിൽ നിന്ന് ഒരു കുഴപ്പവുമില്ലാതെ കസ്റ്റഡിയിൽ എടുത്തയാൾ ഒളിവിൽ പോകുമെന്നൊക്കെ പറയുന്നത് നിലനിൽക്കില്ല എന്നും കോടതി പറഞ്ഞു. അതൊരു സാമാന്യ ബോധം കൂടിയാണല്ലോ. നമുക്കറിയാലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് എത്രമാത്രം നിലനിൽക്കുന്നത്. ശിക്ഷ 7 വർഷത്തിൽ താഴെയെങ്കിൽ നോട്ടീസ് നൽകാതിരിക്കാനാവില്ലെന്നും ഇക്കാര്യത്തിൽ പോലീസിന് തടസ്സവാദം പറയാനാകില്ലെന്നും കോടതി പറയുന്നു. നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റിൻ്റെ കാരണം റിമാൻഡ് റിപ്പോർട്ടിലും ഇല്ല. TG മോഹൻദാസിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം പോലീസ് കോടതിയെ ബോധ്യപ്പെടുത്തിയില്ല. എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചു. പ്രതിയുടെ വീട്ടിൽ സെർച്ച് നടത്തി തെളിവുകൾ ശേഖരിച്ചു എന്നൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ എന്നിട്ട് പറയുന്നു ഇനിയും കാര്യമുണ്ട് എന്ന് കോടതിയിൽ പോലീസ് പറഞ്ഞു. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പ്രതി തെളിവ് നശിപ്പിക്കുമെന്ന് പോലീസിന് ബോധ്യപ്പെടുത്താനായില്ല. എല്ലാം ശേഖരിച്ചുവെങ്കിൽ പിന്നെ എന്ത് നശിപ്പിക്കാനാണ് എന്നാണ് കോടതി പറയുന്നത്. ഇത് പോലീസിൻ്റെ മറ്റൊരു വീഴ്ചയായി കോടതി നടപടിയിൽ നമുക്ക് വ്യക്തമാവും. ഏറ്റവും സാധാരണ നടപടിയായ മുൻകൂർ നോട്ടീസ് നൽകിയില്ല. നേരത്തെ പറഞ്ഞില്ലേ, അതായത് മുൻകൂർ നോട്ടീസ് നൽകിയില്ല, എന്നിട്ടാണ് വീട്ടിൽ പോയി പിടിച്ചത്. അപ്പോൾ സ്വാഭാവികമായും കോടതി ചോദിക്കൂലേ, വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത ആൾക്ക് നോട്ടീസ് പോലും കൊടുത്തില്ലേ എന്ന്. ഇനി അതുമല്ല, അത്ര ഗൗരവമുള്ളൊരു കുറ്റകൃത്യം ചെയ്ത പ്രതിക്കെതിരെ പോലീസ് എന്ത് നടപടി അർജൻറ്റായി എടുത്തു? ചോദ്യം ചെയ്തോ? തെളിവ് ശേഖരിച്ചോ? അറസ്റ്റ് പോട്ടെ, ഇനി ഈ കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി എന്തെങ്കിലും ചെയ്തോ?
ഇല്ല. 11-ാം ദിവസം പേരിനൊരു സെർച്ച് നടത്തി വീട്ടിൽ പോയി ഉടനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ കോടതി എങ്ങനെ ഇതെല്ലാം ഗൗരവത്തിലെടുക്കും? അതായത് TG മോഹൻദാസ് ചെയ്ത കുറ്റകൃത്യം അത്ര ഗൗരവമുള്ളതല്ല എന്ന് സർക്കാരും പോലീസും കരുതുന്നു എന്ന് വേണം പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ. കോടതിയും അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്. എന്നാൽ ചില സാമൂഹ്യ സമ്മർദ്ദം രൂപപ്പെട്ടപ്പോൾ പേരിനൊരു അറസ്റ്റ് ചെയ്തു. ഒരു ചെറിയ നാടകം. ഇനി മൂന്നാമത്തെ കാര്യം, 11 ദിവസത്തെ സാവകാശം ഈ പ്രതിക്ക് എങ്ങനെ കിട്ടി? ജൂലൈ 26-നാണ് TG മോഹൻദാസിൻ്റെ മനുഷ്യത്വ വിരുദ്ധമായ വിദ്വേഷ പ്രതികരണം വന്നത്. തൊട്ടു പിന്നാലെ വ്യാപക പ്രതിഷേധമുണ്ടായി. വിവിധ സംഘടനകൾ രംഗത്തെത്തി. കേസെടുക്കണം എന്ന ആവശ്യങ്ങൾ വ്യാപകമായി ഉയർന്നു. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പോലീസ് മേധാവിക്കും അടക്കം പരാതികൾ. എന്നാൽ വിവാദത്തിനൊടുവിൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ പ്രാഥമിക അന്വേഷണം മാത്രമാണ് പോലീസ് ആദ്യം നടത്തിയത്. പിന്നീടും പ്രതിഷേധം ഉയർന്നപ്പോൾ 2026 ജൂലൈ 29-ന് മാത്രമാണ് കേസെടുത്തത്. എന്നിട്ടും ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ തെളിവ് ശേഖരിക്കാനോ ഒന്നും ഒരു നടപടിയും കൈക്കൊണ്ടില്ല. ഒടുക്കം ഒരു പ്രത്യേക സാമൂഹ്യ സമ്മർദ്ദം രൂപപ്പെട്ടപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി, അതായത് അർജുൻ ആയങ്കിക്കെതിരായി പോലീസ് എടുത്ത നടപടിക്ക് പിന്നാലെ കണ്ണിൽ പൊടിയിടാൻ TG മോഹൻദാസിനെയും കൂടി അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് വസ്തുത. നാലാമത്തേത്, പരാതി തെരഞ്ഞെടുത്തതിലുള്ള കുരുട്ടുബുദ്ധി. ഒരു കുറ്റകൃത്യമുണ്ടായാൽ 2 രീതിയിൽ കേസെടുക്കാം. പരാതിക്കാരില്ലാതെ സ്വാഭാവികമായി പോലീസിനോ കോടതിക്കോ ഒക്കെ അതിൻ്റെ ഗൗരവം കണ്ട് കേസെടുക്കാം. അങ്ങനെയുള്ള നടപടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തേത്, പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാം. ഇവിടെ പ്രാഥമിക കാര്യം പോലീസ് ചെയ്തില്ല. ഒരു പൊതു ഇടത്തിൽ ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നിട്ട് പോലീസ് കേസെടുത്തില്ല. ഒടുവിൽ പോലീസിന് നേരിട്ട് പരാതി പ്രളയം തന്നെ ഉണ്ടായി. വിദ്യാർത്ഥിനികൾ, സംഘടനകൾ, പലവിധ വ്യക്തിത്വങ്ങൾ തുടങ്ങി ഈ ആരോപണം നേരിട്ട് ബാധിക്കുന്നവരടക്കമുള്ളവർ പരാതി നൽകി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന കണക്ക് 15 പരാതികൾ കിട്ടി എന്നാണ്. എന്നാൽ പോലീസ് കേസെടുക്കാൻ ഏത് പരാതിയാണെന്നറിയോ മുഖ്യ ആധാരമാക്കിയത്? ഈ പരാതികളൊന്നുമല്ല. പകരം SDPI നേതാവിൻ്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. അതായത് TG മോഹൻദാസ് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേരെ എതിർ പാർട്ടിയിലുള്ള ആളുടെ പരാതി, ഈ 15 പരാതി തപ്പിപ്പിടിച്ചെടുത്ത് ഇതാണ് പരാതി എന്ന് കോടതിയിൽ പോയി പറഞ്ഞു. അതായത് TG മോഹൻദാസിന് വാദിക്കാം, രാഷ്ട്രീയ വൈരാണ്, ഞങ്ങൾ BJPക്കാരാണ്, ഞങ്ങൾക്കെതിരായ മറ്റൊരു ടീമാണ് SDPI, അപ്പോൾ അവരങ്ങനെയാണെന്നൊക്കെ വാദിക്കാനുള്ളൊരു സൗകര്യം ചെറുതായിട്ട് ചെയ്തു കൊടുത്തു. എന്താ ബുദ്ധി! കുറ്റകൃത്യം ബാധിക്കുന്നവരുടെ പരാതികളൊന്നും കാണാതെ ഈ പരാതിയിൽ തന്നെ കേസെടുത്തു എന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്യാനുള്ള ഗംഭീര ബുദ്ധി. എമ്മാതിരി വേണമെങ്കിൽ ചോദിക്കാം, SDPI എന്താ നാട്ടുള്ള പാർട്ടിയല്ലേ എന്നൊക്കെ. പക്ഷേ ഒടുക്കം കോടതി പറഞ്ഞു കുറ്റകൃത്യം നേരിട്ട് ബാധിക്കാത്തവരുടെ പരാതിയാണ് എന്നത്, അത് പോലീസിൻ്റെ വീഴ്ചയാണ് എന്നത്. TG മോഹൻദാസിൻ്റെ ആക്ഷേപങ്ങൾ ബാധിക്കാത്തയാളുടെ പരാതിയിൽ കേസെടുത്തപ്പോൾ ഉണ്ടായ സംഭവമാണ്. അതാണ് നമ്മൾ 5-മതായി പരിശോധിക്കുന്നത്. കോടതി പരിശോധിച്ച 6 കാര്യങ്ങൾ ഇവയാണ്. 1, കേസിലെ കുറ്റങ്ങൾക്ക് പരമാവധി ശിക്ഷ എത്ര? 2, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ യഥാർത്ഥത്തിൽ ആവശ്യമാണോ? 3, പ്രതി തെളിവ് നശിപ്പിക്കുമോ? 4, സാക്ഷികളെ സ്വാധീനിക്കുമോ? 5, അന്വേഷണവുമായി സഹകരിക്കുമോ? 6, പൂർവ്വകാലത്തെ കുറ്റകൃത്യങ്ങൾ എങ്ങനെയാണ്? സമാനമായ കേസുകളിൽ 2-ലധികം കേസുകളിൽ മൂപ്പര് നിലവിൽ നടപടി നേരിടുന്നുണ്ട്. അതൊന്നും കോടതിയിൽ വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഈ 6 കാര്യങ്ങളിൽ പോലീസിന് ശക്തമായ വാദങ്ങളൊന്നും ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പോലീസ് 11 ദിവസം TG മോഹൻദാസിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു. അയാൾ കുറ്റകൃത്യം ചെയ്തത് പോലീസിന് ബോധ്യമായിട്ടും അതിന്മേൽ ഒരു നടപടി എടുത്തില്ല. തെളിവ് ശേഖരിക്കാനും അതല്ല പ്രതിക്ക് നശിപ്പിക്കാനും ഇഷ്ടം പോലെ സമയം ഉണ്ടായിട്ടും അതൊക്കെ അതുപോലെ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കോടതി നോക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഹാജരാക്കാവുന്ന പ്രതി, വീട്ടിൽ പോയി പിടിക്കാവുന്നത്ര മാത്രം അടുത്ത്, ഇത്ര വലിയ കുറ്റകൃത്യം ചെയ്തിട്ടും ഒളിവിൽ പോലും പോകാതെ അവിടെ ഇരിക്കാൻ മാത്രം വിശാല മനസ്കതയുള്ള മഹാൻ, അതായത് പോലീസിനെ പേടിക്കാത്ത ഒരാൾ. അപ്പോൾ പിന്നെ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കേണ്ട കാര്യം എന്താണെന്ന് കോടതി ചോദിക്കും. കസ്റ്റഡി അപേക്ഷ ഒരു നാടകം മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ പരം ഒരു സാഹചര്യം വേണ്ടല്ലോ. ഇത്ര നാളായിട്ടും കസ്റ്റഡി പോയിട്ട് ഒന്ന് ചോദ്യം ചെയ്യണം എന്ന് പോലും പോലീസിന് തോന്നാത്ത ഒരാൾ പെട്ടെന്നൊരു വൈകുന്നേരം 11 ദിവസത്തിന് ശേഷം അസാധാരണമായിട്ട് അറസ്റ്റ് ചെയ്യാൻ എന്തുണ്ടായി എന്ന് ആരായാലും ചോദിക്കുമല്ലോ. നാടായ നാട്ടിലെ പോലീസ് സന്നാഹമൊക്കെ ഒരുക്കി പോലീസിനെ വെല്ലുവിളിച്ചതിൻ്റെ പേരിൽ അർജുൻ ആയങ്കി അറസ്റ്റ് ചെയ്തപ്പോൾ മൊത്തത്തിൽ ഉയർന്ന ചോദ്യങ്ങളെ മറികടക്കാൻ നോട്ടീസ് പോലും നൽകാതെ TG മോഹൻദാസിനെ പെട്ടെന്നൊരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യുമ്പോൾ ആത്മാർത്ഥമായ നടപടിയായിരിക്കും എന്നെല്ലാമാണ് നമ്മളടക്കം വിശ്വസിച്ചത്. അങ്ങനെ വിശ്വസിച്ച ആളുകളെ പോലും കബളിപ്പിച്ച് ഒരു നടപടിയാണോ ഇപ്പോൾ ചുമത്തിയ വകുപ്പുകളും തുടർ നടപടികളും വ്യക്തമാക്കുന്നത് എന്ന ചോദ്യമായിരുന്നു. പുല്ലുപോലെ ഊരിപ്പോകാവുന്ന വിധത്തിൽ സംഗതി സെറ്റാക്കി എന്നർത്ഥം. TG മോഹൻദാസിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ തുടർന്നും ഉപയോഗിക്കാം എന്ന് ഒടുവിൽ നിരീക്ഷിച്ച കോടതി സാമൂഹിക മാധ്യമങ്ങളിലൂടെ കേസിന് ആധാരമായ കാര്യങ്ങൾ പറയുന്നതിന് വിലക്ക് നൽകി. അതായത് ഈ കുറച്ച് ദിവസമായിട്ട് മൂപ്പര് സൈലൻ്റ് ആയിരുന്നു. ഇനി മൂപ്പർക്ക് കോടതി വഴി ക്ലീൻ ചിറ്റ് കിട്ടി. ഇനിയിപ്പം അതൊഴികെയുള്ള ബാക്കിയുള്ളതിൽ നാട്ടുകാരെ പള്ളി വിളിക്കാനുള്ള സൗകര്യം കൂടി കേരള പോലീസ് വക കോടതിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചു കൊടുത്തു. TG മോഹൻദാസിനെ ഇതിൽ പരം എന്ത് വേണം? ഇതും ഡീലുകളുടെ കൂട്ടത്തിലുള്ളതാണോ എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. VD സർക്കാർ വിശദീകരിക്കട്ടെ. നന്ദി, നമസ്കാരം.